അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സുന്നത്ത് നമസ്കരിക്കണം, തഹിയ്യത്ത് നമസ്കരിക്കണം നമുക്കറിയാം. എന്നാൽ നമ്മുടെ ഓഫീസിൽ ഒരു നമസ്കാര മുറിയുണ്ട്, വീട്ടിൽ ഒരു നമസ്കാര മുറിയുണ്ട്. നമസ്കാര മുറിയിൽ പ്രവേശിക്കുന്ന സമയത്ത് തഹിയ്യത്ത് നടത്തണോ, തഹിയ്യത്ത് നമസ്കരിക്കണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, നമസ്കാര മുറിക്ക് നമ്മൾ മുസല്ലയിട്ടൊരു മുറിയിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായ മുറി നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ കയറുമ്പോൾ തഹിയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല. കാരണം അത് മസ്ജിദ് അല്ല, മസ്ജിദിലാണ് തഹിയ്യത്ത് നമസ്കരിക്കേണ്ടത്. ഇദാ ജാ അഹദുകുമുൽ മസ്ജിദ, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ പ്രവാചകൻ പറയാണ്, ഫലിയുസല്ലി റകഅതൈനി, ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുക. അവ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി രേഖപ്പെടുത്തുന്നത്, വൽ മസ്ജിദുൽ ബൈത്തി ലൈസ ലഹു ഹുക്മുൽ മസ്ജിദ്, വീട്ടിലെ പള്ളിക്ക്, വീട്ടിൽ നമസ്കരിക്കുന്ന സ്ഥലത്തിന് പള്ളിയുടെ വിധിയില്ല. അതുകൊണ്ട് തന്നെ നജസ് ഉണ്ടെങ്കിൽ, അഥവാ ശരീരത്തിൽ നജസ് പറ്റിയ അവസ്ഥയിലോ വലിയ ശുദ്ധിയിലോ അവിടെ പ്രവേശിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അതേപോലെ തന്നെ അവിടെ ഇഅ്തികാഫ് ഇരുന്നാൽ ആ ഇഅ്തികാഫ് ശരിയാവുകയില്ല. കാരണം അത് പള്ളിയല്ല എന്നാണ്. പള്ളി വേറെയാണ്, മസ്ജിദ് വേറെയാണ്. അതുകൊണ്ട് തന്നെ വല തസ്ബുതു ലഹു തഹിയ്യത്തുൽ മസ്ജിദ്, അവിടെ തഹിയ്യത്തുൽ മസ്ജിദ് നമസ്കരിക്കേണ്ടതില്ല. അപ്പോൾ ഓഫീസിലെയും റൂമിലെയും വീട്ടിലെയും ഒക്കെ മുസല്ലയിട്ട് നമ്മൾ നമസ്കരിക്കുന്ന ആ മുറിയിൽ അവിടെ തഹിയ്യത്ത് നമസ്കാരത്തിന് പ്രസക്തിയില്ല. പള്ളിയിലാണ് തഹിയ്യത്ത് നമസ്കാരം ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.